അങ്കോലയിൽ നിന്നുള്ള ദുരന്ത ഭൂമിയുടെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ മനാഫ് ലോറി ഉടമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനാഫ്, സൈന്യം എത്താൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മനാഫിന് അവിടെ നിന്ന് നൽകാനുള്ളത്? നേവി വന്നിക്കണ്. ഹലോ മനാഫ്, പറഞ്ഞോളൂ കേൾക്കാം. നേവി വന്നിക്കണ്. നേവിന്റെ 3 വണ്ടി ആളുകൾ വന്നിക്കണ്. ഇവര് വന്നിട്ടില്ല. മിലിറ്ററി വന്നിട്ടില്ല. ഇല്ല. അല്ല മനാഫ്, ഇപ്പം എങ്ങനെയാണ് ഇപ്പൊ മണ്ണ് മാറ്റിയുള്ളത്? ആ സ്പോട്ടൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞോ? മണ്ണ് മാറ്റിയിട്ട് റഡാറിൽ കാണിച്ച സ്ഥലങ്ങൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പൊ കേരള ടീമാണോ ഇതിന് ഒരു മുമ്പിൽ നിൽക്കുന്നത്? അതെ. ഇപ്പൊ നാട്ടിൽ നിന്ന് റെസ്ക്യൂ ടീമിലേക്ക് ഒരു 6 ആളും കൂടി വന്നിട്ടുണ്ട്. അവിടെ ഞാൻ സ്പോട്ടിൽ വിട്ടിട്ട് നിൽക്കുകയാണ്. മനാഫ്, ഇപ്പൊ ഈ മണ്ണ് മാറ്റുന്ന ആ സ്ഥലത്താണോ ഉള്ളത്? അതെ, ഞാൻ താഴോട്ടേക്ക് ബാക്കിയുള്ളവർക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് താഴോട്ടേക്ക് വരിക ആണല്ലേ. ഇപ്പം നേവി എത്തുമ്പം അവര് വീണ്ടും ആ പുഴയിൽ തിരയാന്ന് പറയണു. അതെന്തുകൊണ്ടാണ്? ആ പുഴയിൽ ഒരു കുന്നുമാതിരി കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10-30 അടി താഴ്ചയുള്ള പുഴ ഒന്നായിട്ട് മൂടിപ്പോയതാണ് ഈ മണ്ണിടിച്ചിലുണ്ടായപ്പം. അതെ. അത് മാത്രല്ല, ഏകദേശം നാട്ടുകാരൊക്കെ ഇപ്പൊ ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകളൊക്കെ സംസാരം തുടങ്ങിയിരിക്കുന്നു. ആളുകളൊക്കെ കുറെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ള. ഈ നേരത്തെ 3 അർജുൻ അടക്കം 2 പേരായിരുന്നു, അതല്ലാതെ ഉണ്ടോ? ഉണ്ട്. ഓ, അപ്പൊ അതുകൊണ്ടും കൂടിയാണ് അവിടെ തെരച്ചിൽ നടക്കണം അല്ലേ? അതെ. അത് ശരി. ഇപ്പം ആർമി എന്താ വൈകണമെന്നറിയോ? ബൽഗാമിന്ന് വരേണ്ടതാണ്. ബൽഗാമിന്ന് 5-6 മണിക്കൂർ ടൈം എടുക്കും ഇവിടെത്താണെങ്കിൽ. ഇപ്പൊ ഒരു ഇവരുടെ ഒരു സഹകരണം എങ്ങനെയാണ് മനാഫ്? ഇന്നലെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇന്നൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് മുഖ്യമന്ത്രി വരുന്നതല്ലേ, അതുകൊണ്ട് എന്താ പറയാ, പോലീസുകാരൊക്കെ നമ്മളങ്ങനെ നോക്കി പേടിപ്പിക്കാന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കഴിയുന്നുണ്ട്. ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുണ്ടോ നമുക്ക്? അതെ. ഇതുവരെ നമ്മളെ SP ഇതുവരെ വന്നിട്ടില്ല. ശരി മനാഫ്. ഫുഡ് അവിടെയുള്ള ആൾക്കാർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ, ചെയ്തോളൂ.